നമ്മൾ തടിമ കയറിയതിന്റെ സ്വഭാവം നമ്മൾ സ്വഭാവത്തിലുണ്ടാവും. തടിമ എന്താ കയറുന്ന അതിന് സ്വഭാവം മാറും. ഹബീബാനെ മിറാജ് പോകുമ്പോൾ പാൽ കുടിച്ച വെറുതല്ല, അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. എന്താ പാൽ കുടിച്ചത്? പാലല്ല കുടിച്ചത്. പാലാവാൻ പാലായ മതി, അതിൽ കളങ്കം വേണ്ട. കള്ളിന് കളങ്കം വേറെ ചേരണം. അപ്പൊ നമ്മളെ ശരീരത്തിലേക്ക് കയറുന്നതനുസരിച്ച് സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവും. ഇപ്പത്തെ ഈ കോയൊക്കെ ഉണ്ടല്ലോ, അടിച്ചു കയറ്റുമ്പോ നോക്കണം, കോഴി സ്വഭാവം വരും. അത് പത്രത്തിൽ കാണുന്നുണ്ട്, പലയിടത്തും കാണുന്നുണ്ട്. കൂത്തുൽ ബഹീമിയ അത് ഇളകല്ലേ. ഇപ്പൊ 2-3 ദിവസം മുമ്പല്ലേ 16 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഗർഭം ചെക്ക് ചെയ്ത് നോക്കുമ്പോ 13 വയസ്സുള്ള ആങ്ങള. ഗർഭത്തിന്റെ ഉടമ 13കാരനായ ആങ്ങള. ഇതൊക്കെ മലയാളക്കരയിൽ കേട്ടുകളിവുണ്ടോ? ഇത് ഒരാഴ്ചന്റെ ഇടയിൽ നടന്ന നമ്മളെ കേരളത്തില് ജില്ല ഞാൻ പറയണില്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. 2 ദിവസം മുമ്പ് പ്രോഗ്രാമിന് പോണ സമയത്ത് ഒരു പള്ളിക്ക് മാറി വിസ്കരിക്കാൻ കയറിയപ്പോ ഒരു ചെറുപ്പക്കാരി ഇമാമത്തിക്കുണ്ട്. പക്ഷെ എനിക്ക് കാത്തിക്കേണ്ടി വന്നു, ഞാൻ തുടർന്നില്ല. കാരണം ഇയാതി മുടിയാണ്, ജൂതന്റെ മുടിയാണ്. ബനിയാനിട്ടിക്കണ ബാക്കൊക്കെ നോക്കിയപ്പോ മമ്മൂട്ടിന്റെ ഫോട്ടോ ഉണ്ട്. അപ്പൊ ഇമാമക്കണ മമ്മൂട്ടി. ബാക്കില് കുറെ ചെക്കന്മാര് ബനിയൻ ഇട്ടിക്കണം. അവരൊക്കെ ഓരോരുത്തര് ബനിയന്റെ ബാക്കിൽ സിനിമാ നടന്മാര് ഫോട്ടോ ഉള്ളത്. മമ്മൂട്ടിന്റെ നേതൃത്വത്തിൽ മോഹൻലാൽ മൗമുമായിട്ട് കുറെ മൗമുമിങ്ങൾ. മുടിയാണെങ്കിലോ ജൂതന്റെ മുടിയും. എന്നിട്ട് അവിടെയൊക്കെ പോയിട്ട് നമ്മൾ തുടരും. എന്തൊരു പോക്കാ പടച്ചോനെ. പഴയൊക്കെ കാലത്ത് ജുമാക്ക് നേരത്തെ വന്നിരുന്ന കാരണന്മാര് നേരത്തെ ജുമാക്ക് പഴയ കാലത്ത് വന്നിരുന്നത് 1-ാം സഫ് ഇട്ടാനാ. ഇപ്പം നേരത്തെ ജുമാക്ക് വരുന്നത് ബാക്കിൽ ചുമരിട്ടാണ്. കാരണം ചാരിയിരിക്കാൻ വരുന്നവരെന്നെ വരുന്നത് ചുമരുമ്മ ചാരാണ്. ആദ്യകാലത്ത് നേരത്തെ വന്നിരുന്ന 1-ാം സഫ് ഇട്ടാൻ. ഇപ്പൊ നേരത്തെ വരുന്നത് ലാസ്റ്റ് ചുമരിട്ടാൻ. കാരണം കുറച്ച് വൈകി പോയ ചുമരും എല്ലാവരും ചാരിയിട്ടുണ്ടാവും. ആരാ ചാരുന്നത്? 25 വയസ്സുള്ള അബ്ദുറഹ്മാൻ. എന്തിനാ ചാരുന്നത്? വയറൊക്കെ നല്ല വീർത്തിട്ടുണ്ടാവും. കല്യാണത്തിന് പോയിട്ട് അടിച്ചു മാറ്റിയിട്ട് എന്നിട്ട് പള്ള മടിയൊക്കെ വെച്ചിട്ടായിരിക്കുക. എന്നിട്ട് മൂപ്പർക്ക് ചുമര് ചാരി കാല് നെട്ടിയാൽ മൊബൈൽ തുറക്കാൻ പറ്റുള്ളൂ. ജുമാക്ക് വരിക AC OC ആയിട്ട് കിട്ടല്ലേ. അപ്പൊ ആ തണുപ്പ് കൊണ്ടിട്ട് ഇതിങ്ങനെ മറിച്ചിട്ട് ഇതിനുള്ളിൽ നോക്കാനുള്ള സുഖമാണ്. ഇവരൊക്കെ ഇപ്പൊ മലക്കുകളെ ഏടിൽ വരുമോ? കുത്തുബ തുടങ്ങി ഏതായാലും മലക്കുകളെ ഏടിൽ ഉണ്ടാവില്ല. ഇനിയിപ്പൊ ഇക്കോളത്തിൽ ഇരിക്കുന്ന ആളുകളെ മലക്കുകളെ എഴുതുകയാണെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്തെങ്കിലും സൂചന വാക്കിയിട്ടിട്ടല്ലേ എഴുതുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാം തകിടം പറഞ്ഞ രൂപ. അതിനിടയിൽ ഉമ്മായ കൊല്ലുന്ന കുട്ടികൾ പ്രത്യക്ഷപ്പെടുന്ന കാലമല്ലേ. ഞാനെല്ലാം പറയുന്നില്ല, നാട് നെടുങ്ങിയില്ലേ. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ആഖിർ സമാനായാൽ തഖ്വയുള്ള ഈമാനുള്ള മനോഗതി വായിച്ചുകൊണ്ട് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞില്ലേ, യദൂബു ഖൽബുൽ മുഅ്മിനി കമാ യദൂബുൽ മിൽഹു ഫിൽ മാ മിമ്മാ യറാ മിനൽ മുൻകരി ഫലാ യസ്തതിഉ അൻ യുഗയ്യിറാ. അക്കാലത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളും അക്രമങ്ങളും തമ്മാടിത്തരങ്ങളോ കണ്ടാൽ തഖ്വയുള്ള ഈമാനുള്ള മനുഷ്യന്റെ ഖൽബ് വെള്ളത്തിലിട്ട ഉപ്പ് ഉരുകുന്നത് പോലെ ഉരുകുന്ന കാലമാണ്. മിമ്മ ഒന്ന് കാരണത്താൽ, യറാ അവൻ കണ്ട ഒന്ന് കാരണത്താൽ, മിനൽ മുൻകരി തമ്മാടിത്തരം അക്രമം അവൻ കണ്ടുപോയി, ഫലാ യസ്തതിഉ അൻ യുഗയ്യിറാ അവനൊട്ട് അത് തടുക്കാൻ പറ്റിയില്ല. ഇതോർത്തുകൊണ്ട് വിശ്വാസമുള്ള തഖ്വയുള്ളവന്റെ ഖൽബകോ വെള്ളത്തിലിട്ട ഉപ്പ് ഉരുകുന്നത് പോലെ ഉരുകുന്ന കാലമാണ്. അന്ത്യപ്രളയത്തിനോട് തൊട്ടുരുമ്മി നിൽക്കുന്ന കാലമെന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ നബിയുനാ റസൂലുള്ളാഹി മൻ തമസ്സക ബിസുന്നതി ഇന്ദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്ത് ഷഹീദ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ ഒരു വാപ്പ മകനുമായി കയറി വരികയാണ്. ആ കുട്ടിയുടെ 4 ഭാഗത്തും മുടിയെല്ലാം പറ്റേ ചെത്തിയിട്ട് മൊട്ടയാക്കിയിട്ട് സെന്ററിൽ ഒരു കൂട്ടം മുടി കൂട്ടി വെച്ചിരിക്കുകയാണ്. മഹാനരായ സയ്യിദുൽ ഔലിയായ അഫ്ളുൽ ബശരി ബഅദൽ അംബിയാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പിതാവിനോട് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, ഈ മകനെ ഇവിടെ വെച്ചേക്ക്. എന്തേ? ഗൗരവത്തിന് വേണ്ടി, അപ്പോൾ പാഠം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാവും. പറഞ്ഞു, ഇവന്റെ തല ഭൂമിയിൽ ജീവിക്കാൻ അവസരമില്ല, ഈ തല വെട്ടിക്കളയേണ്ട തലയാ. വാപ്പ ചോദിച്ചു, എന്ത്? ഇത് മുസ്ലിമിന്റെ തലയല്ല. നമ്മളൊക്കെ മക്കളെ ശ്രദ്ധിക്കുന്നവരെ കണ്ടാല് മുസ്ലിമിന്റെ എത്ര തല ഉണ്ടാവും ആ കൂട്ടത്തില്?
ഷഹീദാവാൻ കൊതിക്കുക നമ്മക്കും, പക്ഷെ നേരെ പോയിട്ട് വാളെടുത്ത് വെട്ടുമ്പോഴൊന്നും ഷഹീദാവില്ല. അതിന് കുറെ വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ആഖിറത്തിൽ മാത്രം ശുഹദാഇന്റെ പട്ടികയിൽ പെടാല്ലോ. ഇനിയല്ല, മൻ തമസ്സക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. അതില് പെടാല്ലോ, അതില് പെടാ. ഇന്നിപ്പോ അതൊന്നുമില്ല. ഇന്ന് 20,000 റുപ്യന്റെ പാന്റ്, 30,000 റുപ്യത്തിന്റെ കുപ്പായം, 1 ലക്ഷം റുപ്യന്റെ വാച്ച്, 25,000 റുപ്യന്റെ ചെരുപ്പ്, ഇതൊക്കെ ഉള്ള ആള് പള്ളി കയറുമ്പോ 5 റുപ്യന്റെ ടവല് തലയിലില്ല. ഷഹീദാവും. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്ന സമയത്ത് പോലും തലയിലൊന്നുമില്ല. എന്താണ് നിസ്കാരം? അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിന. മിഅ്റാജിനെ വിളിച്ച ആരെങ്കിലും തല മറക്കാതെ ഓടുവോ? ഇവിടെ തന്നെ ചില ആളുകൾ തല മറക്കേണ്ടില്ല എന്ന് പറഞ്ഞാൽ ഗൾഫ് പോയിട്ട് വട്ടത്തൊപ്പിയും തലയെക്കെട്ട് കെട്ടുന്ന ആൾക്കാരുണ്ടല്ലോ. താടി മുലിക്ക് അവിടെ പോയിട്ട് വേളം അറിയണ്ടല്ലോ. എന്നിട്ട് ഇവിടുന്ന് സുന്നത്തില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. സ്ഥലം മാറിയാ കെട്ടും ചെയ്യും. ഒരു 5 രൂപയുടെ ടവലില്ലാതെ സുജൂദ് ചെയ്യുന്നൊക്കെ കഷ്ടാണ്. ആയത്തുണ്ടോ ഹദീസുണ്ടോ എന്ന് നോക്കി. എല്ലാത്തിനും ആയത്തും ഹദീസോ. പിന്നെ എന്തിനാ ഫിഖഹിന്റെ നിയമങ്ങൾ? ഇവിടെ ഫിഖഹില്ലേ? ഫിഖഹിന്റെ കിതാബിലില്ലേ? എല്ലാത്തിനും ആയത്ത് വന്നാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ച ഉച്ചക്ക് 2 റക്അത്ത് ജുമാ ഉണ്ട് എന്നുള്ളതിന് ആയത്തുണ്ടോ? ഒരു ആയത്ത് കാണിച്ചു തരണല്ലോ ഇതിന്. പക്ഷെ നമ്മള് ഉച്ചക്ക് 2 റക്അത്ത് ജുമാ നിസ്കരിക്കുന്നില്ലേ? ആയത്തും ഹദീസും നോക്കിയിട്ട് ഇങ്ങനത്തെ ഒരു 5 വക്ത് കിട്ടാത്തോണ്ടല്ലേ ഒരാൾ 3 വക്തുള്ളൂ എന്ന് പറഞ്ഞ് 2 കൂടി നോക്കി കിട്ടായിട്ടല്ല പറഞ്ഞ്. എല്ലാവർക്കും എല്ലാം നോക്കി കിട്ടണം എന്ന് പറഞ്ഞാൽ പഴച്ചോല്ലേ? അതിനല്ലേ അവിടെ ഫിഖ് ഉള്ളത്? ആ മതിൽ ഒളിച്ചാ പിന്നെ ശരീഅത്തിന്റെ നിയമം പൊളിഞ്ഞു പോയില്ലേ?